അതുപോലെ നമ്മുടെ ലിവഗെയിൻ, നമ്മുടെ വീട്ടിലെ അത്യാവശ്യമായ ചില വസ്തുക്കളെ കുറിച്ച് പറഞ്ഞ് ഇങ്ങനെ പോവാം. ലിവഗെയിൻ എന്ന് പറയുന്നത് ഇത് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്നതും ഉപയോഗിക്കാൻ പറ്റുന്നതും മറ്റ് പ്രൊഡക്റ്റുകളിൽ നിന്ന് താരതമ്യേന വിലയും കുറവായ നല്ല ഒരു ഉൽപ്പന്നമാണ് ലിവഗെയിൻ. ലിവഗെയിൻ എന്ന് പറയുന്നതിന് ആ ലിവഗെയിൻ എന്ന പ്രൊഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിലേറെ അത് എന്തിനു ഉപകാരപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയാൽ അതിന് ഒരിക്കലും വില കൂടുകയില്ല. കാരണം ലിവഗെയിൻ എന്ന് പറയുന്നത് നമ്മുടെ കരളിനെ ബാധിക്കുന്ന വിഷയങ്ങൾക്കുള്ളതാണ്. കരളിനെ ബാധിക്കുന്ന വിഷയങ്ങൾക്കുള്ള ആ ലിവഗെയിൻ എന്ന് പറയുന്ന ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കിയാൽ, ലിവറിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ, ലിവറിന്റെ തകരാറുകളെ കുറിച്ച് മനസ്സിലാക്കിയാൽ, ലിവഗെയിൻ എന്ന് പറയുന്നത് വലിയ അമൂല്യമായ അനുഗ്രഹമായ വലിയ ഒരു പ്രൊഡക്റ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കും. നമ്മുടെ ശരീരത്തിൽ ഏകദേശം 1.5 കിലോ തൂക്കം വരുന്ന ഏറ്റവും വലിയ ഗ്രന്ഥിയാണ്, ഏറ്റവും വലിയൊരു ഗ്ലാൻഡ് ആണ് ലിവർ എന്ന് പറയുന്നത്. ഈ ലിവർ 24 മണിക്കൂറും പ്രവർത്തിക്കുകയാണ്. നമ്മുടെ ശരീരത്തിലുള്ള ഒരു ഫാക്ടറിയാണ്. 500-ലധികം പ്രവർത്തനങ്ങൾ ശരീരത്തിൽ നടത്തുന്ന വലിയ ഒരു ഫാക്ടറിയാണ് ലിവർ. ആ ലിവർ എന്ന കമ്പനി, ആ ഫാക്ടറി ഒരിക്കലും അടച്ചു കെട്ടാൻ, മൂടിവെക്കാൻ, ഒരു പണിമുടക്കാൻ സാധിക്കുന്നതല്ല. അത് 24 മണിക്കൂറും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അത് മാത്രമല്ല, അതിനെ സംബന്ധിച്ച് ദി കിങ് ഓഫ് ഓർഗൻസ് എന്നാ പറയുക. എന്ന് പറഞ്ഞാൽ നമ്മുടെ അവയവങ്ങളിലുള്ള രാജാവാണ്. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് അവയവങ്ങളുണ്ട്. അതിന്റെ രാജാവാണ് ഈ ലിവർ. ഈ ലിവറിനെ കുറിച്ച് ഒരുപാട് വിശദീകരിക്കാൻ കഴിയും. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എല്ലാവരും കൂടി വിശദീകരിച്ചാലും വ്യത്യസ്തമായ അറിവുകളും അനുഭവങ്ങളും ഉണ്ടാവും. കാരണം 500-ലധികം പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് പറയുമ്പോൾ എത്ര പേർക്ക് അതിനെക്കുറിച്ച് അതിന്റെ വില അറിയാം? ഈ ലിവർ അപ്പാടെ നശിക്കുകയില്ല. അല്പം നല്ല ഭാഗമുണ്ടെങ്കിലും നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. മെല്ലെ മെല്ലെ അതിന് തകരാറ് സംഭവിച്ച് പൂർണ്ണമായി നശിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ നാശത്തിലേക്ക് എത്തുമ്പോഴാണ് അതിന്റെ ദൂഷ്യഫലങ്ങൾ നാം അറിയുന്നത്. അതുകൊണ്ട് അവിടെയൊന്നും എത്താതെ തന്നെ നാം അത് മനസ്സിലാക്കിയെടുക്കേണ്ട വലിയൊരു കാര്യമാണ്. സാധാരണ നിലക്ക് നമ്മുടെ ലിവറിന് പറ്റുന്ന സാധാരണ നിലക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ലക്ഷണങ്ങൾ അത് മാത്രം ഒന്ന് പറഞ്ഞു പോകാം. എന്നാലല്ലേ നമുക്ക് ലിവഗെയിന്റെ പ്രത്യേകത മനസ്സിലാകുന്നുള്ളൂ. കരളിന്റെ പ്രശ്നങ്ങളിൽ പ്രധാനമായിട്ടുള്ളത് വരുന്നത് നമുക്ക് ആദ്യമായിട്ടുള്ള ഈ ഛർദി വരിക, ഓക്കാനം വരിക, മനം പുരട്ടൽ വരിക എന്ന് പറയുന്ന ഒന്നാണ്. അതാണ് ഏറ്റവും ഇങ്ങനെ ഓക്കാനം, ഛർദി അല്ലെങ്കിൽ മനം പുരട്ടൽ ഇത് വരുമ്പോ കരളിന് ചെറിയ പ്രയാസങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. രണ്ടാമത്തത് വിശപ്പില്ലായ്മ. തീരെ ഭക്ഷണം കഴിക്കുക, വിശപ്പില്ലാതെ വരികയാണെങ്കിൽ അതും കരളിനെ ബാധിക്കുന്ന ചെറിയ പ്രശ്നമാണ്, ലക്ഷണമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതൊക്കെ ലക്ഷണങ്ങൾ, കരൾ പ്രശ്നങ്ങളുടെ ലക്ഷണങ്ങളാണ് പറയുന്നത്. പിന്നെ മറ്റൊന്ന് മലം മാറ്റങ്ങൾ വരിക, മലപ്രശ്നങ്ങൾ, അതായത് ശരിക്കും ശോധന ഇല്ലാത്ത ചെറിയ പ്രശ്നങ്ങൾ. വേറെ ചൊറിച്ചിൽ വരിക, ശരീരത്തിൽ ചൊറിച്ചിലൊക്കെ വരുന്നതും കരളിന് പ്രശ്നം വരുന്നതാണ്. അതേപോലെയാണ് മൂത്രത്തിൽ മാറ്റം. ചില ആളുകൾക്ക് മൂത്രം കുറഞ്ഞു പോവുക, ചൂട് കൂടുക, വേദന വരിക, കളറ് മാറുക, ഇങ്ങനെ തുടങ്ങിയിട്ട് പിന്നീട് അത് വയറുവേദനയിലേക്ക് എത്തും. വയറുവേദന, പിന്നെയാണ് വീർത്ത വയറുണ്ടാവുക. വയറ് ഇങ്ങനെ ക്രമേണ വീർത്ത് വരിക. ഇതൊക്കെ കരളിന്റെ തകരാറുകളാണ്. അതുപോലെ എല്ലാ കാര്യത്തിലും ഒരു മന്ദത വരിക. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കണ്ടാൽ കരളിന് എന്തോ ഒന്ന് സംഭവിച്ചതായി നമുക്ക് മനസ്സിലാക്കാം. ഇത് ലക്ഷണങ്ങളാണ്. ഇങ്ങനെ വരുമ്പോ പിന്നെ ആ കരളിനുണ്ടാകുന്ന തകരാറുകൾ മനസ്സിലാക്കണം. ഇതൊക്കെ കരളി രോഗം വന്നാലുള്ള ലക്ഷണങ്ങളാണെങ്കിൽ കരളിന് മാറ്റം വരാൻ തുടങ്ങും. അങ്ങനെ എന്താ ഉണ്ടാവുക? ഒന്നാമത്തത് ആ കരൾ ഇങ്ങനെ വലുതായി വരാൻ തുടങ്ങും. ലിവർ വലുതാവുക. അതുപോലെ തന്നെ മഞ്ഞപ്പിത്തം, കരൾ വീക്കം, ഈ അവസ്ഥയിലൊക്കെ ഈ കരള് വരാൻ സാധ്യത ഉണ്ടാവും. ഇങ്ങനെ വരുമ്പോ ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ട് ചെറിയ പരിഹാരമാണ്. ഇനിയും ഒരുപാട് ലക്ഷണങ്ങളും കരളിന് സംഭവിക്കേണ്ട തകരാറുകളൊക്കെ വിശദീകരിക്കാനുണ്ട്. എങ്കിലും കേവലം നാം മനസ്സിലാക്കുക, ഇങ്ങനെയുള്ള അസ്വസ്ഥതകൾ കണ്ടാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ കയ്യിൽ ഉള്ളത് എന്ന് നാം മനസ്സിലാക്കിയെടുക്കണം. മാത്രമല്ല, ഇതുകൊണ്ട് കരൾ എന്ന് പറയും, സാധാരണ മെറ്റബോളിസം എന്ന് നമ്മൾ പറയാറില്ലേ, മെറ്റബോളിസം എന്ന് പറയും. പക്ഷെ ശരീരത്തിന്റെ ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ, അതായത് നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന ദഹനം, ആ ദഹനം ചെയ്തിട്ടുള്ള ഭക്ഷണത്തിന്റെ നല്ലത് വലിച്ചെടുക്കുകയും
ആവശ്യമില്ലാത്തത് പുറന്തള്ളുകയും ചെയ്തിട്ടുള്ള ശരീരത്തിന്റെ ആ നല്ല ഒരു രൂപം, ആ ഒരു ഭാവം, ആ ഒരു പ്രവർത്തനം, അതിനെയാണ് കേവല അർത്ഥത്തിൽ നമ്മൾ മെറ്റബോളിസം എന്ന് പറയുന്നത്. അതൊക്കെ ശരിയാക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ഒന്നാണ് നമ്മുടെ കയ്യിലുള്ളത്. ഈ ലിവഗെയിൻ എന്ന് പറയുന്നതിന്, ഈ കരളിന് തകരാറ് സംഭവിക്കാൻ ഇന്ന് നാം നോക്കുമ്പോൾ ഇതൊക്കെ സംഭവിക്കാൻ പറ്റുന്ന ഒരുപാട് കാരണങ്ങളുണ്ട്, സാധാരണ ഉണ്ടാവും. ഒന്നാമത്തത് ഇന്നത്തെ ഈ ലിവർ തകരാറിലാകുന്ന ഘടകങ്ങളാണ് നാം മനസ്സിലാക്കേണ്ടത്. എങ്ങനെ ഇത് സംഭവിക്കുന്നു എന്ന് കൂടി നാം അറിഞ്ഞിരിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മലിനമായ ജലം. ഈ മലിനമായ ജലം എന്ന് പറയുന്നത് ഇന്ന് കിട്ടുന്ന വെള്ളം പലതും വിഷം ചേർന്നിട്ടുള്ള വെള്ളത്തിന്റെ രൂപത്തിലാണ്, മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. പുറത്തുനിന്ന് ഹോട്ടലുകളിൽ നിന്ന്, ടൗണുകളിൽ നിന്ന്, വലിയ തിരക്കുള്ള ടൗണുകളിൽ വെള്ളം കുറവും ജനങ്ങൾ കൂടുതലും, അവിടെ മലിനമാവാനുള്ള സാധ്യതകൾ ധാരാളമുണ്ട്. അതുപോലെ തന്നെ മാനസിക സമ്മർദ്ദം, ഏറ്റവും കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്നത് മൂലം കരളിന് പോലും ബാധിക്കാം. അതുപോലെ ദഹനത്തിന്റെ പ്രശ്നം, നമുക്ക് ശരിയായ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ദഹനം കിട്ടിയില്ലെങ്കിൽ അതും കരളിന് പ്രശ്നമുണ്ടാക്കും. അതേപോലെ തന്നെയാണ് നാം കഴിക്കുന്ന ഭക്ഷണം പോലെ മറ്റുള്ളതിൽ നിന്ന് തകരാറ് സംഭവിക്കുന്നതൊക്കെ ഇതിൽപ്പെട്ടതാണ്, കരളിന് ബാധിക്കും. പിന്നെ ഇവിടെ വിശദീകരിക്കുന്നില്ല, മദ്യപാനവും പുകവലിയുമാണ്. ഈ മദ്യപാനവും പുകവലി കൊണ്ടും കരള് തകരാറുമേ ആകുമെന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമായത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയുന്നതില്ല. അതുകൊണ്ട് തുടക്കക്കാരായ ആളുകൾ അല്ലെങ്കിൽ അറിയാത്ത ആളുകളൊക്കെ ലിവഗെയിൻ എന്ന് പറയുന്ന നമ്മുടെ ശരീരത്തിലെ രാജാവിനെ സംരക്ഷിക്കുന്ന ഏറ്റവും നല്ല ഉൽപ്പന്നമാണ്. അങ്ങനെയുള്ള ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് ആ ലിവറിന് സംരക്ഷണം കൊടുക്കേണ്ടത് എന്റെ സ്വന്തം ബാധ്യതയാണെന്ന് മനസ്സിലാക്കണം. കാരണം ഇത് ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത് എന്ന് കൂടി പറഞ്ഞ് ലിവഗെയിൻ എന്ന് പറയുന്ന ആ ഒരു പ്രൊഡക്റ്റ് നമുക്ക് നെഞ്ചിലേറ്റാം. ഗ്യാസ് ഉള്ളവർക്ക് കൊടുക്കാം, ദഹനക്കേടുള്ളവർക്ക് കൊടുക്കാം. അതുപോലെ തികട്ടല് വരിക, ഏത് സമയത്തും ഇങ്ങനെ എന്ത് ഭക്ഷണം കഴിച്ചാലും തികട്ട്, അതൊക്കെ ഒരു ഗ്യാസിന്റെ ലക്ഷണമാണ്, അവർക്ക് കൊടുക്കാം. അതുപോലെ ഏത് സമയവും തളർച്ചയാണ്, ക്ഷീണമാണ് എന്ന് പറയുന്നവർക്ക് ഒരു സംശയത്തിനും കൊടുക്കാതെ നമുക്കത് കൊടുക്കാം. അതുപോലെ വിശപ്പില്ല എന്ന് പറയുന്നവർക്ക് ഇത് ശുപാർശ ചെയ്യാം. ഇവിടെ ഇവർക്കൊക്കെ കൊടുക്കുന്നതോടുകൂടി നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുള്ളത്, വളരെയധികം കഠിനമായ ലിവർ രോഗങ്ങളുള്ള ആളുകൾ ഉണ്ടാവും. ഉദാഹരണം, അൾസർ, കരള് മാറ്റി വെക്കുക, അതുപോലെ തന്നെ മദ്യപാനം കൊണ്ട് അങ്ങ് എത്തിയ ആളുകൾ, ഇങ്ങനെയുള്ള ആളുകൾക്കൊന്നും നാം ശുപാർശ ചെയ്യരുത്. ഇത് അതിനുള്ള ഒരു വസ്തുവാണെന്ന് പറഞ്ഞ് കൊടുക്കേണ്ടതില്ല. കാരണം കഠിനമായ രൂപത്തിലെത്തിയാൽ ഇത് മതിയാവുന്നതല്ല. അതിന് മുമ്പ് സംരക്ഷിക്കേണ്ടതാണ്. നമ്മുടെ വെൽനെസ് പ്രൊഡക്റ്റുകളാണ് നമ്മുടെ കയ്യിലുള്ളത്. വെൽനെസ് എന്ന് പറഞ്ഞാൽ നാം രോഗികളായിട്ട് കഴിക്കുന്ന മരുന്നുകളല്ല, രോഗം വരാതെ കാത്തു സൂക്ഷിക്കുന്നതിനുള്ള നല്ല പോഷകാഹാരമാണ്. അതാണ് വെൽനെസ്, അതാണ് നമ്മുടെ കയ്യിലുള്ളത്. ഒരു പക്ഷേ കോടികൾ, ലക്ഷങ്ങൾ ലക്ഷങ്ങൾ മതിയാവാത്ത തരത്തിലുള്ള ചികിത്സയിലേക്ക് നയിക്കുന്ന രോഗങ്ങളെ തടയാൻ ഒരുപക്ഷെ ഈ പോഷകാഹാരങ്ങളാകുന്ന നമ്മുടെ കയ്യിലുള്ള അമൂല്യമായ ഔഷധമാകുന്ന ഈ വസ്തുക്കൾക്ക് കഴിയും. അതുകൊണ്ട് തന്നെ നാം എടുക്കുന്നതും കൊടുക്കുന്നതും മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അതുകൊണ്ട് അണുബാധയുടെ ചികിത്സ കാരണം അല്ലെങ്കിൽ കരള് മാറ്റിവെച്ച് അൾസർ വന്ന് വലിയ രോഗങ്ങളിൽ എത്തിയവർക്ക് ശുപാർശ ചെയ്യേണ്ടതല്ല. അതിലേക്കൊന്നും എത്തുന്നതിന് മുമ്പ് കൊടുക്കേണ്ടതാണ് എന്ന് നാം മനസ്സിലാക്കുക.